ഇപ്പോൾ ഈ കേസ് നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷ വന്നതിന് ശേഷം ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ LDF ഗവൺമെൻറ്റാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പം അന്ന് കോടതിയിൽ ഹാജരായിരുന്നത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡീഷണൽ DGPR ആയിരുന്നു കോടതിയിൽ ഹാജരായിരുന്നത്. അപ്പം അത്രയും ഗൗരവത്തിൽ ഈ കേസ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട് കണ്ടു എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും സീനിയറായ അഭിഭാഷകൻ തന്നെ ആ സമയത്ത് കോടതിയിൽ ഹാജരായിരുന്നു. ഇപ്പോൾ DGPR എന്ന് പറയുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് കണ്ണൂരുകാരനാണ്. അദ്ദേഹത്തിന് ആ കേസിൻ്റെ സെൻസിറ്റിവിറ്റി, ഇത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള കേസാണ് ഈ കേസ് എന്നുള്ളത് അറിയാത്തതല്ല, അതിൻ്റെ ഗൗരവം അറിയാത്തതല്ല. യഥാർത്ഥത്തിൽ DGPR തന്നെ നേരിട്ടോ അതല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരെ ആരെങ്കിലും വെച്ചോ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസായിരുന്നു ഈ കേസ്. അവിടെയാണ് അതീവ ലാഘവത്തോടെ ഈ കേസ് കൈകാര്യം ചെയ്യപ്പെട്ടു. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഗൗരവമുള്ള കേസുകളൊക്കെ വരുമ്പോൾ കോടതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ടാവുമല്ലോ. സാധാരണ നിലയിൽ മുഖ്യമന്ത്രിയാണ്. ഇവിടെ നിയമമന്ത്രിയും കോടതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും എല്ലാം മുഖ്യമന്ത്രിയാണ്. സെൻസിറ്റീവായിട്ടുള്ള കേസുകൾ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുമായോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ സാധാരണ നിലയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് കേരളമാകെ അതീവ ജാഗ്രതയോടെ ഗൗരവത്തോടെ ചർച്ച ചെയ്തൊരു കേസാണ്. അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് കണക്കാക്കാൻ വേണ്ടി കഴിയുന്ന കേസാണ്. അങ്ങനെ ഒരു കേസായതുകൊണ്ടാണ് ശിഷ്ടജീവിതകാലം മുഴുവൻ കഠിന തടവിന് ശിക്ഷ വിധിക്കുന്ന സമീപനം പോക്സോ കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കേസിന്റെ മേലെ അപ്പീൽ വരുന്ന സമയത്ത് ആ അപ്പീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യാപേക്ഷയും അതിന്റെ ശിക്ഷ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സാധാരണ നിലയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അത് DGPR ലെവലിൽ മാത്രമല്ല. അപ്പോൾ ഇത് ചെയ്തില്ലെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുമോ? ഇതിന്റെ ഗൗരവം അറിയില്ല എന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ വേണ്ടി കഴിയുമോ? എന്നിട്ടും ഒരു തവണ തെറ്റ് വരുത്തി. എന്താ തെറ്റ്? കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. വീട്ടിൽ പോയി അമ്മയെ അറിയിച്ചു എന്ന് തെറ്റായ രീതിയിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു അഭിഭാഷക. അവരാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ് എറണാകുളത്ത്. അങ്ങനെയുള്ള ഒരാള് അപ്പോഴെങ്കിലും അവരെ മാറ്റാൻ വേണ്ടി തയ്യാറാവണ്ടേ? അപ്പോഴെങ്കിലും അവർക്ക് പകരം മുതിർന്ന അഭിഭാഷകരാരെങ്കിലും ഹാജരാകുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കണ്ടേ? അപ്പോ അങ്ങനെ മതി എന്ന് തീരുമാനിച്ചത് ആരാണ്? ഈ കേസ് വളരെ ദുർബലമായി കൈകാര്യം ചെയ്താൽ മതി, അതുവഴി കുറ്റവാളിക്ക് ജാമ്യം കിട്ടിക്കോട്ടെ എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്തത് ആരാണ് എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി, ശിക്ഷ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി കാരണമായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ ആ വിധി വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോക്സോ കോടതി വളരെ വിശദമായി പരിശോധിച്ചവയാണ്. ഒന്നും പുതിയ കാര്യങ്ങളില്ല. അതിൽ ഒന്നാമത് പറഞ്ഞെന്താ? ആദ്യമായി പരിശോധിച്ച ഡോക്ടർ ലൈംഗിക പീഡനം നടന്നുവെന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. ഇക്കാര്യം പോക്സോ കോടതി പരിശോധിച്ചാണ്. എന്താ പോക്സോ കോടതി കണ്ടെത്തിയ നിഗമനം? ആ സമയത്ത് കുട്ടി ഡോക്ടറോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറയാത്തതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള പരിശോധന ആദ്യം പരിശോധിച്ച ഡോക്ടർ നടത്തിയിരുന്നില്ല. അതുകൊണ്ട് ആ ഡോക്ടർ എന്താ ചെയ്തത്?
ആ പരിശോധന നടത്താതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൂടി കാണണം എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. അപ്പൊ ലൈംഗിക പീഡനം നടന്നു എന്നുള്ള കാര്യം ഡോക്ടറുടെ ശ്രദ്ധയിൽ പെടുത്താത്തതുകൊണ്ട് ഡോക്ടർ അത് പരിശോധിച്ചില്ല. ഇത് പോക്സോ കോടതി പരിഗണിച്ചാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വാദം നേരത്തെ കുറ്റാരോപിതന്റെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് കോടതി പരിഗണിക്കാതിരുന്നതുകൊണ്ടാണ്. അപ്പൊ പോക്സോ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു വസ്തുത എന്തുകൊണ്ടാണ് അപ്പീൽ കോടതിയെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയാതെ പോയത്? അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിച്ചുകൊണ്ടാണോ? അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഈ കൃത്യം നടന്നു എന്ന് പറയുന്ന ടോയ്ലറ്റ് ഉണ്ടല്ലോ, ആ ടോയ്ലറ്റ് സ്റ്റേജിന്റെ മേലെ ഒരു ക്ലാസ് റൂം ഉണ്ട്. ആ ക്ലാസ് റൂമിന്റെ തൊട്ടടുത്താണ്, തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ തൊട്ടടുത്താണെന്ന് പറയുമ്പോൾ പോക്സോ കോടതി ഇക്കാര്യം വിശദമായി പരിശോധന നടത്തിയതാണ്. എന്താ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ചുമരിന്റെ തൊട്ടടുത്താണല്ലോ അടുക്കള, ഇവിടെയുള്ള ഡൈനിങ് ഹാള് തൊട്ടടുത്താണല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടടുത്താണല്ലോ CPMന്റെ ഓഫീസിരിക്കുന്ന ആ റിസപ്ഷൻ ഉൾപ്പെടെയുള്ള സ്ഥലം, ഇതിന്റെ തൊട്ടടുത്താണല്ലോ. പക്ഷെ ആ തൊട്ടടുത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ആ തൊട്ടടുത്ത് ഇങ്ങനെ പോകാൻ കഴിയോ? പോകണമെങ്കിൽ ഇതുവഴി ചുറ്റിക്കറങ്ങി പോണ്ടേ? അതുപോലെയാണ് ഈ തൊട്ടടുത്തിന്റെ കണക്ക്. എന്താ തൊട്ടടുത്ത്? ഈ ചുമരിന്റെ തൊട്ടടുത്താണ് അടുത്ത മുറി കിടക്കുന്നത്. പക്ഷെ ഇതിലൂടെ പോകാൻ കഴിയില്ല. അവിടെ എന്താ നടക്കുന്നത് കാണാൻ കഴിയില്ല. ഇതാണല്ലോ ഈ തൊട്ടടുത്ത്. അവിടെ പോയി പരിശോധിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഈ ടോയ്ലറ്റ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ചുറ്റിക്കറങ്ങി പോകണം. ആ ക്ലാസ് റൂമിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ പോലും ഈ ടോയ്ലറ്റിൽ അങ്ങോട്ടേക്കാരൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ കഴിയില്ല. ഇത് പോക്സോ കോടതിയിൽ തെളിയിക്കപ്പെട്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇക്കാര്യം അപ്പീൽ കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത് കോടതിയെ ബോധ്യപ്പെടുത്താതിരുന്നത്? ഇപ്പൊ മുടി മാറ്റി പറഞ്ഞു. ഇതും വിചാരണ കോടതിയിൽ വന്നതല്ലേ? എന്താ സംഭവം? 10 തവണയോ മറ്റോ ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത, സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം, സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു കുഞ്ഞ് വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടിക്കുടെ ഒരു മാനസിക നിലയുടെ ഒരു പ്രശ്നമില്ലേ? അത് അന്ന് കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞല്ലോ. ഒരു മുതിർന്ന ആളല്ലല്ലോ, ഒരു കുഞ്ഞല്ലേ. എന്തുകൊണ്ടാണ് ആ അവസ്ഥ ഇപ്പോൾ അപ്പീൽ കോടതി എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല? അപ്പൊ യഥാർത്ഥത്തിൽ ജാമ്യം നൽകുന്നതിന് കാരണമായി കോടതി ചൂണ്ടിക്കാണിച്ച എല്ലാ കാര്യങ്ങളും നേരത്തെ പ്രതിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ പോക്സോ കോടതിയിൽ കൃത്യമായി അവതരിപ്പിച്ചതാണ്. ആ അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി പൊളിച്ചെടുക്കാൻ അന്നത്തെ പ്രോസിക്യൂഷൻ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നു. തെളിവ് സഹിതം പൊളിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി പോക്സോ കോടതി ഇയാൾക്ക് ജീവിത അവസാനം വരെ കഠിന തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ആസൂത്രിതമായി തുടക്കം മുതൽ തന്നെ ഒത്തുകളിച്ചുകൊണ്ട് ഇതിന്റെ കുറ്റവാളിക്ക് ജാമ്യം കിട്ടാൻ ആവശ്യമായിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ആരാണ് ഇതിന്റെ പിന്നിൽ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്? RSSുമായി ഒത്തുകളിക്കല്ലേ ചെയ്തത്? ഇത്രയും ഗൗരവമുള്ള കേസ് ആ ഗൗരവത്തിലാണോ കൈകാര്യം ചെയ്യപ്പെട്ടത്? അപ്പോൾ ഇത് സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ 430 വകുപ്പ് അനുസരിച്ചാണല്ലോ ജാമ്യം കൊടുക്കുന്നത്.
ആ ജാമ്യം കൊടുക്കുന്ന വകുപ്പിൽ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രോസിക്യൂഷന്, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അഥവാ സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും ഈ ജാമ്യം റദ്ദ് ചെയ്യാനും അതുപോലെ തന്നെ ശിക്ഷ സസ്പെൻഡ് ചെയ്ത നടപടി തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാം. അപ്പൊ അടിയന്തരമായി കോടതിയെ സമീപിക്കണം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ RSSന് വേണ്ടി RSSന്റെ താല്പര്യാർത്ഥം കോടതിയിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒത്തുകളിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരായി മാതൃകാപരമായ ശിക്ഷ നൽകണം. അതോടൊപ്പം തന്നെ 430 വകുപ്പ് അനുസരിച്ച് ഇപ്പോൾ ഉള്ള വിധി റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയും സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഇതാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്.